അധ്യാപകനായ പി. സുരേന്ദ്രൻ സമൂഹചലനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്യുന്ന എഴുത്തുകാരനാണ്. സാമൂഹ്യപാഠം, മഹായാനം, മായാപുരാണം, കാവേരിയുടെ പുരുഷൻ, ജൈവം തുടങ്ങിയവയാണ് ഇദ്ദേഹത്തിന്റെ നോവലുകൾ. സമഗ്ര ആധിപത്യത്തിന്റെ പ്രതീകമായി വിദ്യാലയത്തെ സങ്കല്പിച്ച അധ്യാപകൻ രാഷ്ട്രീയാധികാരം തുടങ്ങിയ അധികാര ശ്രേണികളെ ഗ്രസിച്ചിരിക്കുന്ന വികല വീക്ഷണങ്ങൾ തുറന്നു കാണിക്കുന്ന സാമൂഹ്യപാഠം എന്ന നോവൽ അദ്ദേഹത്തിന്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. സായുധ വിപ്ലവത്തിന്റെ ആത്മീയ ദുരന്തം വിശകലനം ചെയ്യുന്നു മഹായാനം എന്ന നോവൽ. വിശ്വാസവും കർമ്മചൈതന്യവും കൈകോർത്തു നിൽക്കുന്ന ഗ്രാമത്തിന്റെ പുരാവൃത്തങ്ങൾ കാർഷിക സമൃദ്ധിയുടെ ജൈവ സ്വാന്തനത്തിലൂടെ സ്വയം കണ്ടെത്തുന്ന മനുഷ്യരുടെ കഥയാണ് മായാപുരാണം. മൃതിയുടെ ചിറകുകളിലല്ല, മണ്ണിനോടും പ്രകൃതിയോടുമുള്ള മനുഷ്യന്റെ ജൈവ സാന്നിധ്യത്തിൽ ഉയിർകൊള്ളുന്ന അധ്വാനത്തിന്റെ താളത്തിലാണ് മനുഷ്യർ തങ്ങളുടെ അസ്തിത്വം കണ്ടെത്തേണ്ടതെന്ന് മായാപുരാണം എന്ന നോവൽ വ്യക്തമാക്കുന്നുണ്ട്. നക്സലിസത്തിന്റെയും തീവ്രവാദത്തിന്റെയും അന്തരീക്ഷവും തുടർന്നുണ്ടായ തിരിച്ചടിയുമാണ് ജൈവത്തിലെ ഇതിവൃത്തം. യാത്ര, പുഴ ഇവ കേന്ദ്രീകരിച്ച് നടത്തുന്ന യാത്രയുടെ അനുഭവങ്ങൾ നമുക്ക് കാവേരിയുടെ പുരുഷനിൽ വായിച്ചെടുക്കാവുന്നതാണ്. ഇനിയും ജൈവത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ, മുമ്പേ നിശ്ചയിച്ചുറപ്പിച്ച വഴികളിലൂടെയല്ല താൻ സഞ്ചരിക്കുന്നതെന്ന് പി. സുരേന്ദ്രൻ തന്നെ തന്റെ ജൈവം എന്ന ഈ നോവലിൽ നായകനിലൂടെ പറയുന്നുണ്ട്. ഈ കൃതിയും നിശ്ചയിച്ചുറപ്പിച്ച അവസ്ഥകൾക്കും അതിരുകൾക്കും അപ്പുറമുള്ള എന്തോ ഒന്നിനെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അലഞ്ഞു തിരിയുന്നൊരു കവിയാണിവിടെ നായകൻ. അയാൾ ഒരു സഞ്ചാരത്തിനിടയ്ക്ക് തന്റെ പഴയ സ്നേഹിതയായ മാർഗരറ്റിനെ കണ്ടുമുട്ടുന്നു. ഭൂതകാലത്തിന്റെ സ്നേഹമയമായ ഓർമ്മകളല്ല ഇരുവർക്കുമുള്ളതെങ്കിലും അപരിചിതമായ ഒരു സ്ഥലത്ത് അനേക കാലങ്ങൾക്ക് ശേഷമുണ്ടായ ആ സമാഗമം അവരെ വല്ലാതെ അടുപ്പിക്കുന്നുണ്ട്. മാർഗരറ്റിന്റെ ചില സ്നേഹിതന്മാരെ പരിചയപ്പെടുന്നുണ്ടെങ്കിലും ആദർശാത്മകതയുടെ മുഖം മൂടികൾ മാത്രം കൈമുതലായുള്ള അവരോടൊന്നും യോജിക്കാൻ നമ്മുടെ കവിക്ക് ആകുന്നില്ല. മാർഗരറ്റിന്റെ ഗവേഷണ ആവശ്യങ്ങൾക്കായി അവർ വൈഗയിലേക്ക് പോകുന്നു. വൈഗയുടെ വളർച്ചയുടെയും തളർച്ചയുടെയും ഇടയ്ക്ക് അവർ നേരിടുന്ന പ്രതിസന്ധികളാണ് ജൈവം എന്ന ഈ നോവലിന്റെ പ്രമേയം. ഇതൊരു ബാഹ്യവീക്ഷണം എന്ന നിലയിൽ പറയുമ്പോഴും ഇതിനൊരു നവീനമായ ദർശനം ഉൾക്കൊള്ളുന്നുണ്ട്. ഈ കൃതി നൽകുന്ന മുന്നറിയിപ്പുകളും അവയ്ക്കെതിരെ പ്രതിഷ്ഠിക്കാൻ ഇത് നൽകുന്ന ദർശനവും ഏറ്റവും സമകാല പ്രസക്തിയുള്ളതാണ്. അവിടെ ഉരുത്തിരിയുന്ന ഹരിത ദർശനം വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പച്ച എന്നൊരു വാക്ക് ഈ കൃതിയിൽ ഒരു സംഗീതമായി സ്വാന്തനമായിട്ടൊക്കെ കടന്നു വരുന്നുണ്ട്. പച്ചയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് പോലും അധികമല്ല. ആദ്യം അതൊരു പുൽച്ചാടിയുടെ രൂപത്തിലാണ് എത്തുന്നത്. നമ്മൾ ഈ നോവലിന്റെ കവർ പേജിൽ അത് കാണുന്നുണ്ട്. പുൽച്ചാടി വന്നിരിക്കുന്നിടത്തെ രക്തക്കറകൾ മാഞ്ഞു പോകുന്നതും അനേകം ചെറുജീവികളുടെ സംഗീതം അവിടെ പരന്നൊഴുകുന്നതും വളരെ ശ്രദ്ധേയമാണ്. ഒരു സ്ഥലത്തും അധികം തങ്ങി നിൽക്കുന്ന സ്വഭാവമില്ലാത്തതിനാലും അവിടെ പരിചയപ്പെടുന്നവരോടൊപ്പം യോജിക്കാനാവാത്തതിനാലും കവി നഗരം വിടാൻ ഈ നോവലിൽ തീരുമാനിക്കുന്നു. ജാതീയതയുടെയും കാർഷിക ബന്ധങ്ങളുടെയും ഒക്കെ കുറിച്ച് ഒരു പ്രബന്ധം രചിക്കാനായി മാർഗരറ്റ് ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയും ചെയ്യുന്നതോടെ അവർ ഒരുമിച്ച് വൈഗയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പണ്ടൊരു യാത്രയിൽ ഒരു പാതിരിയാണ് വൈഗയെപ്പറ്റി കവിയോട് പറയുന്നത്. ലാൻഡ്സ്കേപ്പുകളാണോ ഹ്യൂമൻ സ്കേപ്പുകളാണോ നിങ്ങളെ ആകർഷിക്കുന്നത് എന്ന ചോദ്യവുമായി സംസാരിച്ചു തുടങ്ങുന്ന പാതിരി അകത്തേക്ക് വരൾച്ച പടരുമ്പോൾ മനുഷ്യനെ സംഭവിക്കുന്ന രൂപാന്തരത്വങ്ങളും അസാധാരണത്വങ്ങളും ശരിക്കും മനസ്സിലാക്കാൻ വൈഗയിലേക്ക് പോകാൻ പറയുന്നു. വളരെ യാദൃച്ഛികമായി കടന്നു വരികയും അത്രയും പറയുമ്പോഴേക്ക് ഇറങ്ങുവാനുള്ള സ്ഥലമാവുകയും ചെയ്യുന്ന പാതിരി ഒരു നിയോഗം പോലെയാണ് ഈ കൃതിയിൽ നിലനിൽക്കുന്നത്. ഈ ഉപദേശം, അതായത് ഈ പാതിരിയുടെ ഉപദേശം അഥവാ നിർദ്ദേശം വിലയേറിയൊരു ദർശനം നൽകുന്നുണ്ട്.
ലാൻഡ്സ്കേപ്പുകൾ നമ്മെ ആകർഷിക്കേണ്ട കാലം വളരെയധികം കഴിഞ്ഞിരിക്കുന്നു. വാഹനങ്ങളിലെത്തി ചവിട്ടി മെതിച്ച് കണ്ട് ആസ്വദിക്കേണ്ട ഒന്നല്ല പ്രകൃതി സൗന്ദര്യം. പ്രകൃതി എന്നത് നമ്മിൽ നിന്ന് വേറിട്ടൊരു സത്തയല്ല എന്ന ദർശനത്തിലേക്ക് നാം മാറേണ്ടതുണ്ട്. പ്രകൃതി നമുക്കിനി ഒരു കൗതുകമേ അല്ല എന്ന ചിന്ത നമ്മളിൽ ഓരോരുത്തരും എത്തേണ്ടതാണ്. അത് ചരാചരങ്ങളുടെ ഒരു സമഗ്രമായ അവസ്ഥയാണ്. ലാൻഡ്സ്കേപ്പ് എന്ന പദത്തെ പോലും പാശ്ചാത്യ പരിസ്ഥിതി ചിന്തകരും എഴുത്തുകാരും ഇന്ന് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ലാൻഡ്സ്കേപ്പ് എന്ന പദത്തിന് കൺമുന്നിൽ കാണുന്ന ഭൂഭാഗ ദൃശ്യമെന്നേ അർത്ഥമുള്ളൂ. പ്രകൃതിയാവട്ടെ മനുഷ്യനെയും ഭൂമിയെയും എല്ലാ മനുഷ്യേതര സത്തകളെയും ഉൾക്കൊള്ളുന്ന സമഗ്ര അവസ്ഥയാണ് എന്നതിനാൽ ആ പദം പ്രകൃതിയെയും നിർവചിക്കാൻ അപര്യാപ്തമാണെന്ന് വാദിക്കുന്ന റെഡിന്റെ നോവലിസ്റ്റായ ലെസ്ലി ഹോർമോൺ സിൽക്കിയുടെ വാക്കുകൾ നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. ഇവിടെ കവിക്ക് യാത്രയെഴുത്തും മാർഗരറ്റിന് ഗവേഷണവുമാണ് വൈഗയിലേക്കുള്ള യാത്രയിലെ സ്വപ്നങ്ങൾ. വരൾച്ച ബാധിച്ച ഈ വൈഗയിൽ എന്തൊക്കെയോ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്ന് ഇരുവരും വ്യാമോഹിക്കുന്നുണ്ട്. തന്റെ ചോര കൊണ്ട് വരണ്ടുപോയ വേഗവതി നദിയെ പുനരുജ്ജീവിപ്പിക്കാമെന്നതാണ് കവിയുടെ സ്വപ്നം. പക്ഷെ അവിടെ എത്തുന്നതോടെ ഈ സ്വപ്നങ്ങൾ അത്രയും വറ്റിപ്പോകുന്നു അല്ലേ? വംശീയ പകകളും വരൾച്ചയും കുഷ്ഠരോഗവും കൂടി ആകെ വരട്ടിക്കളഞ്ഞ ഒരു നാടായിരുന്നു വൈഗ. കവിത്വത്തിനായി താൻ പടുത്തുയർത്തിയ ചില്ലുകൊട്ടാരങ്ങൾ ഒന്നൊന്നായി നുറുങ്ങി ഉടയുന്നതോടെ നദിയെ പുനരുജ്ജീവിപ്പിക്കാൻ തന്റെ കാൽപ്പനിക സ്വപ്നങ്ങൾ മാത്രം പോരാ എന്ന് കവി അറിയുന്നു. ഇതും ഈ കൃതി നൽകുന്നൊരു പാഠമാണ്. നമുക്കിനി വർണ്ണിക്കാനും തൊങ്ങൽ ചേർക്കാനും സൗന്ദര്യങ്ങളൊന്നും ബാക്കിയില്ലെന്ന അറിവ് കാൽപ്പനികതയിൽ നിന്ന് പ്രായോഗികതയിലേക്ക് നീങ്ങാനായിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ. നദിയെ പുനരുജ്ജീവിപ്പിച്ചത് പ്രായോഗിക തലത്തിൽ എത്തിയതിന്റെ ഉദാഹരണം ഇന്ത്യയിൽ തന്നെയുണ്ട് അല്ലെ? പരിസ്ഥിതി പുനഃസൃഷ്ടി എന്നൊരു ദർശനം തന്നെ നമുക്ക് ഇന്നിവിടെ വളർന്നു വരുന്നതായി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വൈഗയെ കവി പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. വഴികളിലൊക്കെ മൂർച്ചയുള്ള കല്ലുകൾ നിറഞ്ഞ വൈഗയിലെ കൃഷിയിടങ്ങളൊക്കെ എന്നേ കെട്ടുപോയിരിക്കുന്നു. കല്ലുകൾ മാത്രം വിളയുന്ന ഊഷരഭൂമികളായി അവ മാറുന്നു. ചെമ്മണ്ണിന്റെ ഗോപുരങ്ങൾ വായുവിൽ അലിയുന്നത് ദൂരെ നിന്ന് കാണാം. അപൂർവമായി മാത്രം കാണുന്ന കരിമ്പനകൾക്കും മഞ്ഞളിപ്പ് രോഗം വരമ്പുകളിലെ കരുവേലകളിലും കള്ളികളിലും മാത്രം മുടങ്ങാതെ നിൽക്കുന്നു. ഇങ്ങനെ ഒരു സ്ഥലം തന്റെ സ്വപ്നങ്ങളെ പരിപോഷിപ്പിക്കുകയില്ലെന്നും കാവ്യരചന അസാധ്യമാണെന്നും കവിക്ക് മനസ്സിലാവുന്നു. ഇവിടെ ഏറ്റവും വിലപിടിപ്പുള്ളത് വെള്ളമായിരുന്നു. ആകെ 2 തൊട്ടി വെള്ളം കുപ്പസ്വാമി അവര് 2 പേർക്കും എന്നും എത്തിച്ചു കൊടുക്കുകയും അത് സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് താക്കീതോടെയായിരുന്നു. പാറകളുടെ ചരിവുകൾക്കിടയിൽ തെളിയുന്ന മണലിൽ വലിയ കുഴികൾ ഉണ്ടാക്കിയാണ് വൈഗയിലെ ആളുകൾ വെള്ളമെടുത്തിരുന്നത്. ഗ്രാമത്തിലെ കൂരകളിൽ നിന്ന് തരിശുഭൂമികൾ ഏറെ ദൂരം താണ്ടി വേണം നദിക്കരയിലെത്താൻ. ജലരാശികൾ അവിടെയും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അപൂർവ ജലത്തിനായി വൈഗയിലെ ജനങ്ങൾ തമ്മിൽ എന്നും തല്ലാണ്. വൈഗയിൽ അവശേഷിക്കുന്ന പകയുടെയും പോരിന്റെയും കാരണം കൂടി വെള്ളത്തിന്റെ തല്ലിൽ നിന്നുമാണ് തുടങ്ങുന്നത്. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് കുടിവെള്ളത്തെ ചൊല്ലി ആയിരിക്കുമെന്ന പ്രവചനത്തെ നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. കേരളത്തിൽ ഓരോ തവണയും കുറഞ്ഞു വരുന്ന മഴയുടെ അളവും വറ്റുന്ന ജലാശയങ്ങളും അവയിലൊക്കെ നാം കലർത്തിക്കൊണ്ടിരിക്കുന്ന മാലിന്യങ്ങളും ആത്മവിമർശനാത്മകമായി ചില ചോദ്യങ്ങൾ ചോദിക്കാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ കഴിഞ്ഞ പ്രളയം കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ്, വെള്ളം ഇറങ്ങി നദികളിലെ പുഴയിലെ വെള്ളങ്ങളൊക്കെ പിൻവലിഞ്ഞപ്പോൾ ഇരുവശങ്ങളുമായി നിറച്ച് പ്ലാസ്റ്റിക്കുകൾ തൂങ്ങി കിടന്ന് ആടുന്നത് അല്ലെ? നമ്മൾ ക്രിസ്മസ് ട്രീകളിലൊക്കെ ഡെക്കറേഷൻ പോലെ തൂങ്ങി ആടുന്ന നദിയുടെ ഇരുകരകളിൽ നമ്മൾ കണ്ട കാഴ്ച നമുക്കിതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. ഇത്തരം ദുർവിധി നേരിടുന്നതിനു മുമ്പ് വൈഗയിലെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് ജൈവം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അപായകരമാം വിധം മഴ വൈഗയെ കൈവിടുകയും
ജലത്തിന്റെ സ്രോതസ്സുകൾ വറ്റിപ്പോവുകയും ചെയ്ത കാലഘട്ടത്തിൽ കന്നുകാലികളാണ് വൈകിയെ രക്ഷിച്ചത്. കാലികൾ ചത്തൊടുങ്ങും മുമ്പ് വരണ്ട വയലുകളിലൊക്കെ ചാണകം കുമിഞ്ഞു കൂടിയിരുന്നു. കാലിവളം അന്വേഷിച്ച് ദൂര ദിക്കുകളിൽ നിന്ന് പോലും കച്ചവടക്കാർ വൈകിയിലെത്തി. വൈകിയിലെ സുന്ദരിമാരുടെ മൂക്കുത്തിയുടെ തിളക്കവും ശരീരത്തിന്റെ മിനുമിനുപ്പും കച്ചവടക്കാരെ ആകർഷിച്ചിരുന്നതിനാൽ അതും വൈകിയെ തുണച്ചിരുന്നു. കാലിവളത്തിന് കരം ഈടാക്കിയിരുന്നതിനാൽ ആദ്യഘട്ടത്തിലൊന്നും വൈകിയിലെ ജനങ്ങളെ ദാരിദ്ര്യം ബാധിച്ചതേയില്ല. പിന്നെ ഇതോടൊപ്പം ജാതി വർഗ മേലാള കീഴാള ഭേദമില്ലാതെ കുഷ്ഠരോഗവും വൈകിയെ ബാധിച്ചു. നേരിട്ട് അനുഭവേദ്യമാകും വരെ ഒരു മുന്നറിയിപ്പ് ശ്രദ്ധിക്കാത്ത സാമാന്യ ജനതയുടെ സ്വഭാവത്തിന്റെ തെളിവാണിത്. എന്തും വിറ്റും സൗകര്യം പോലെ ജീവിക്കാനുള്ള മനുഷ്യന്റെ മടിയില്ലായ്മയൊക്കെ നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കും. ഇത്തരത്തിൽ അതായത് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയോ എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുന്നുണ്ട്. ഈ വരൾച്ച ബാധിച്ച ഈ ഭൂമിയെ രക്ഷിക്കാൻ ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? കവിയുടെ പരാജയപ്പെട്ട കാൽപ്പനിക സ്വപ്നങ്ങൾക്കെതിരെ മാർഗരറ്റിന്റെ പ്രായോഗികത നിൽക്കുന്നുണ്ട്. തന്റെ ഗവേഷണത്തിന് നിരർത്ഥകത അവൾക്ക് വളരെ വേഗം ബോധ്യമാവുന്നു. അതായത് ഈ വരൾച്ചയുടെ കഷ്ടകാലത്തെയും ചൂഷണം ചെയ്യുന്ന ഗവേഷണത്തിന് എന്ത് പ്രസക്തി എന്ന് ചോദിക്കുമ്പോൾ അവളുടെ വാക്കുകളിൽ തിണർക്കുന്ന സങ്കടം ഇതിനൊരു ഉദാഹരണമാണ്. അവൾ വൈകിയെ ആത്മാവിൽ അണിയാൻ ശ്രമിക്കുകയാണെന്ന് കവി തിരിച്ചറിയുന്നുണ്ട് ഈ നോവലിൽ. പച്ചയെ സ്വപ്നം കണ്ടിരിക്കുന്ന കവി മാർഗരറ്റിന്റെ സ്പർശമേൽക്കുമ്പോൾ അമ്മ എന്ന് ഉച്ചരിക്കുന്നുണ്ട്. പച്ചയെ വിട്ട് അമ്മയെ സ്വപ്നം കാണുന്നതോടെ നിനക്ക് വൈകിയിലെ മനുഷ്യരുടെ ദുരന്തങ്ങളിലേക്ക് ഉണരാൻ പറ്റിയേക്കുമെന്ന് മാർഗരറ്റ് ഈ നോവലിൽ കവിയോട് പറയുന്നു. ഈ വാക്കുകളിൽ നിന്ന് അവളുടെ ദർശന വ്യതിയാനം വ്യക്തമാവുകയാണ്. കുഷ്ഠരോഗികളുടെ പുനരധിവാസം മാർഗരറ്റിനൊരു സ്വപ്നമായിരുന്നെങ്കിലും അതിലും വലിയൊരു സ്വപ്നം അവൾക്കുണ്ടായിരുന്നു. മുറ്റത്തൊരു ചെടിത്തോട്ടം ഉണ്ടാക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്ന കവിയെ അവൾ ക്രൂരൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. പിന്നെ ഒരു ചെടി മതി എന്ന തീരുമാനത്തിൽ അയാൾ എത്തിയിട്ടും അതിനോട് അനുകൂലമായി നിൽക്കാൻ അവൾക്കാവുന്നില്ല. നിന്റെ ചട്ടിയിൽ വളരുന്ന ചെടിയേക്കാൾ വൈകിയിലെ കൃഷിയിടങ്ങളാകെ പച്ചയിൽ മൂടുന്നതാണ് ഞാൻ സ്വപ്നം കാണുന്നത് എന്ന് പറയുമ്പോൾ കുഷ്ഠരോഗികളുടെ പുനരധിവാസത്തിനും പുതിയ ഗവേഷണ വിഷയത്തിനും അപ്പുറം എത്ര ഉദാത്തമായ സ്വപ്നങ്ങളാണ് ഈ പെൺകുട്ടി സൂക്ഷിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാവും. ഇതിനിടെ കവി സ്വയം വിത്തുകൾ ശേഖരിക്കുകയും പാകുകയും ചെയ്യുന്നു. ഒരു ദിവസം അലിഞ്ഞ് തിരിച്ചെത്തുന്ന മാർഗരറ്റ് മാരിയമ്മയുടെ പുരാതനമായൊരു ശിരസ്സുമായിട്ടാണ് വരുന്നത്. അതൊരു ദുർദേവതയുടെ മുഖമായിട്ടേ കാണാൻ കവിക്ക് കഴിയുന്നുള്ളൂ. അതൊരു ഭൂമാതാവാണെന്നു കൂടി വാദിക്കുന്ന മാർഗരറ്റ് വളരെ ശ്രദ്ധാർഹമായ ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് വൈകിയിലെ അമ്മമാരൊക്കെ ഇപ്പോൾ ഇങ്ങനെയായിട്ടുണ്ട്. അവരെയും ദുർദേവതമാരെന്നാണോ നീ പറയാൻ പോകുന്നത് എന്നാണ് അവളുടെ ചോദ്യം. വളരെ നിശിതമാവുന്ന ഈ ചോദ്യം സ്ത്രീയെ ദേവതാവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമല്ല, മറിച്ച് ചൈതന്യം വിട്ട സ്ത്രയണാവസ്ഥയുടെ സ്വയം ബോധ്യമാണ്. വിത്ത് മുളയ്ക്കാതെ പോയ മൺചട്ടിയിൽ ആ ശിരസ് പ്രതിഷ്ഠിക്കുകയല്ല, ഉപേക്ഷിക്കുക തന്നെയാണ്. തന്റെ പദ്ധതികളോട് ചേർന്നു പോവാനായി കല്ലൂർ രാഘവനെ വൈകിയിലേക്ക് മാർഗരറ്റ് തന്നെയാണ് ക്ഷണിക്കുന്നത്. ചൂഷകന്റെ ഏറ്റവും ബീഭത്സവും ചതി നിറഞ്ഞതുമായ യഥാർത്ഥ മുഖം അവൾ വെളിപ്പെടുത്തുന്നതോടെ ഈ നോവൽ മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. ഡേവിഡിന്റെ മരണത്തോടെ ആ ഭയം ഇരട്ടിക്കുന്നതിൽ അവർ വൈകി വിട്ടുപോകാൻ തീരുമാനിക്കുന്നു. യാത്രയ്ക്കൊരുങ്ങവേ പണ്ടെങ്കോ കവി നട്ടതും പിന്നെ ഉപേക്ഷിച്ചതുമായ വിത്തുകൾ മുള പൊട്ടിയത് അവർ കാണുന്നു. ആ കുരുന്നുകളിലെ ജീവൻ നിലനിർത്താൻ വൈകിയിൽ തന്നെ നിൽക്കാൻ അവർ തീരുമാനിക്കുന്നു. ഭൂമാതാവിന്റെ സാന്നിധ്യത്തെ പറ്റിയുള്ള ഓർമ്മയാണിത് നൽകുന്നത്. പിതൃ ആധിപത്യ ഘടകങ്ങൾ അവഗണിച്ച മാതൃദേവതാ സാന്നിധ്യങ്ങൾ
ഉർവരത നിലച്ചുപോയ മണ്ണിന് ജീവൻ നൽകാൻ പോലും പര്യാപ്തമാണെന്ന് നാം അറിയേണ്ടതുണ്ട്. പിതൃദേവ സങ്കല്പങ്ങൾ ഭൂമിയെ ഏറ്റവും നല്ല ഉപഭോഗ വസ്തുവാക്കി മാറ്റുകയായിരുന്നു. കൂടുതൽ അപഹരിക്കാൻ പറ്റിയ ഒരു വസ്തു. അതിനെ വരണ്ടുപോയ ജീവൻ അപഹരിക്കപ്പെട്ട മണ്ണിന് പുനർജീവനേകാനാണ് നമുക്ക് മാതൃദേവതാധിഷ്ഠിതമായൊരു നൈതികത പുനഃസ്ഥാപിക്കേണ്ടത്. ചുറ്റിലുമുള്ള എന്തിനേയും വസ്തുക്കളാക്കി മാത്രം കാണുന്ന പുരുഷ കേന്ദ്രീകൃത വ്യവസ്ഥയിൽ നിന്ന് സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രൈണ സത്തയിലേക്കുള്ള വ്യതിയാനമാണ് ഇനി നമുക്ക് ആവശ്യം. ഇന്ന് ശകുനം കാണാൻ പോലും കൊള്ളരുതാത്തവർ എന്ന് നാം വിധി എഴുതുന്ന ദുർദേവതകളുടെ മുഖമുള്ള ഇവരൊക്കെയായിരുന്നു ഒരിക്കൽ ഈ ഭൂമിയുടെ ഉടമകളെന്ന് പോലും ഓർക്കുക. കവിയുടെ കാൽപ്പനിക സ്വപ്നങ്ങളെക്കാൾ പ്രായോഗികതയാണ് നമുക്ക് ആവശ്യമെന്നതാണ് വൈഗയുടെ ഉദാഹരണത്തിലൂടെ ജൈവം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. പി. സുരേന്ദ്രന്റെ തന്നെ മായാപുരാണം, കാവേരിയുടെ പുരുഷൻ എന്നീ നോവലുകളിലൂടെ എന്നീ നോവലുകളുടെ ജനുസിൽ പെടുന്നതാണ് ജൈവം എന്ന ഈ നോവലും. അതായത് ആദ്യത്തെ 2 രചനകളിൽ നിന്നും വ്യത്യസ്തമായി ആഖ്യാന തലത്തിലെ ഇഴയടുപ്പം, യഥാർത്ഥ പ്രതീതി, ഇതിവൃത്താന്തഭൂതമായ ബഹുസ്വരത എന്നീ സവിശേഷതകളാൽ ജൈവം എന്ന ഈ നോവൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നിലനിൽക്കുന്നു. സ്ഥലവും കാലവുമായി ബന്ധപ്പെട്ട ഭൗതിക യാഥാർത്ഥ്യങ്ങളോട് ക്രിയാത്മകവുമായി, അതായത് സത്യസന്ധവുമായിട്ടൊക്കെ പ്രതികരിക്കുന്ന എഴുത്തുകാരന്റെ സജീവ സാന്നിധ്യം നമുക്ക് ഈ നോവലിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്.